ഞാൻ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു. പക്ഷെ അധികം ആൾക്കാർക്കും അറിയേണ്ടത് പ്രോട്ടീൻ പൗഡർ കഴിക്കുകയാണെങ്കിൽ എത്ര കഴിക്കണം, എത്ര കാലം കഴിക്കണം, എങ്ങനെയാണ് ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാനൊരു 3 മാസം പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാം. അപ്പോൾ എൻ്റെ പ്ലാൻ എങ്ങനെയാണ്, ഞാൻ എത്രയാണ് കഴിക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും നിങ്ങൾക്ക് എത്രയാണ് കഴിക്കേണ്ടത്, നിങ്ങളുടെ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു പ്ലാൻ വേണം. പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ പ്രോട്ടീൻ എന്താണെന്നും വേ പ്രോട്ടീൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രധാനപ്പെട്ടുള്ള മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പ്രോട്ടീന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ. മെയിൻലി റിപ്പയറും മെയിൻ്റനൻസും ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ അധികം ആൾക്കാരുടെയും ഡയറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവീനിയൻസിന് വേണ്ടി, എളുപ്പം പ്രോട്ടീൻ കിട്ടാൻ വേണ്ടി പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കും. പലതരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതും വേ പ്രോട്ടീനാണ്. വേ പ്രോട്ടീൻ പാലിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്താണെന്നും വേ പ്രോട്ടീൻ വർക്ക് ചെയ്യുമോ ഇല്ലേ, ആരൊക്കെയാണ് കഴിക്കേണ്ടത്, ആരൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു പ്ലാൻ വേണമെന്ന് പറഞ്ഞു. ആ പ്ലാനിൽ കുറേ ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന്, എന്തിനാണ് നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്? മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണോ, ബോഡീൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ടാണോ, അതോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കുറവായതുകൊണ്ട് പുറത്തുനിന്ന് സപ്ലിമെൻ്റ് രൂപത്തിൽ പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ പൗഡർ നിങ്ങൾ കഴിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ മാറും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്, ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനും പറയുന്നത് മസിൽ മാസ് കൂട്ടാൻ വേണ്ടി പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ഞാൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തുടങ്ങുകയാണെങ്കിൽ ഞാൻ എത്ര കഴിക്കും, എൻ്റെ പ്ലാൻ എന്തായിരിക്കും, ഞാൻ എങ്ങനെയാണ് കഴിക്കുക, അതിനെക്കുറിച്ചാണ് ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് പറയാം. എൻ്റെ മസിൽ മാസ് കുറച്ചും കൂടി കൂട്ടണം. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് 66 kilograms ആണ്. അപ്പോൾ എനിക്കൊരു 3 കിലോഗ്രാമും കൂടിയും അടുത്ത 3 മാസം കൊണ്ട് കൂട്ടണം. അതാണ് എൻ്റെ ടാർഗറ്റ്. ആ കൂട്ടുന്ന 3 കിലോഗ്രാം മസിൽ മാസ് ആയിരിക്കണം, ഫാറ്റ് ആവരുത്. ഞാൻ ഏത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ് വാങ്ങിച്ചത്, ഞാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്തു, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഓരോ മാസം കഴിയുമ്പം ഞാൻ എൻ്റെ അപ്ഡേറ്റ് ഒരു വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ മിസ്സാവാതിരിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു റെഫറൻസ് ആയിട്ടോ ഒരു ഗൈഡായിട്ടോ ഉപയോഗിക്കാം. കാരണം നിങ്ങളുടെ ബോഡി ടൈപ്പ് വ്യത്യാസമായിരിക്കും, നിങ്ങളുടെ ജോലി വ്യത്യാസമായിരിക്കും, നിങ്ങൾ ചെയ്യുന്ന എക്സസൈസ് വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും. ഇനി എന്തിനാണ് ഞാൻ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതെന്നും എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു. അത് നടപ്പിലാക്കാൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അധികം ആൾക്കാർക്കും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിച്ച് തുടങ്ങാൻ പേടിയുള്ളത് അവരുടെ കിഡ്നീനെ അത് ബാധിക്കുമോ, കിഡ്നി ഡാമേജ് ആയി പോവുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ കിഡ്നി ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു കാരണം കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കിഡ്നിക്ക് ഓൾറെഡി ഡാമേജ് ഉണ്ട്, നിങ്ങൾക്ക് ക്രിയാറ്റിൻ കൂടുതലാണ്, ബ്ലഡ് യൂറിയ കൂടുതലാണ്, നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കാണിക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, കിഡ്നി ഹെൽത്തി ആണോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റാണ്. അതിൽ നമുക്ക് സിറം ക്രിയാറ്റിനിൻ നോക്കാം, ബ്ലഡ് യൂറിയ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ബ്ലഡ് യൂറിയ നോക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ബോഡിയിലെത്തുന്ന നൈട്രോജനസ് വേസ്റ്റിൻ്റെ അളവ് എത്രയാണെന്നുള്ളതാണ്. ബ്ലഡ് യൂറിയൻ്റെയും സിറം ക്രിയാറ്റിനിൻ്റെയും ഒക്കെ ബ്ലഡിൽ ഒരു നോർമൽ ലെവലുണ്ട്. ആ ലെവലിലും കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന വേസ്റ്റ് ഒന്നും നമ്മളുടെ കിഡ്നി വഴി ഫിൽട്ടർ ചെയ്ത് ബ്ലഡിൽ നിന്നും പുറത്തേക്ക് യൂറിൻ വഴി പോകുന്നില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം കിഡ്നി കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതായത് കിഡ്നി ഫംഗ്ഷൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ്. മറ്റൊരു കിഡ്നി ഫംഗ്ഷൻ നോക്കുന്ന ടെസ്റ്റാണ് GFR, അല്ലെങ്കിൽ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി പ്രമേഹോ, യൂറിക് ആസിഡോ, ഹൈ ബ്ലഡ് പ്രഷറോ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ GFR ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അത്ര അക്യുറേറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, എന്നിരുന്നാലും ഹെൽപ്ഫുള്ളാണ്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും വാല്യൂസ് അബ്നോർമലായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് നെഫ്രോളജിസ്റ്റിൻ്റെ കൺസെൻറ്റ് എടുക്കണം, അഡ്വൈസ് എടുക്കണം. അതിനുശേഷം മാത്രമേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നെഫ്രോളജിസ്റ്റ് മറ്റ് തരത്തിലുള്ള ടെസ്റ്റുകളും കൂടി ചെയ്യാൻ പറഞ്ഞേക്കാം. ഉദാഹരണത്തിന് യൂറിൻ ആൽബുമിൻ, അൾട്രാസൗണ്ട് സ്കാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തതാണ്, നോർമലാണ്. അതുകൊണ്ട് ഞാൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ട്.
വേ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുന്നത്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ആ പ്രശ്നമില്ല. എനിക്ക് മിൽക്ക് പ്രോട്ടീൻ്റെ അലർജി ഇല്ല. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്. എനിക്ക് പണ്ട് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ട്. ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടെങ്കിലും പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രൊസീഡ് ചെയ്യാം. നിങ്ങൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇനി അടുത്ത പ്രധാനമായിട്ടുള്ള ചോദ്യം, വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഓരോ ദിവസവും കഴിക്കേണ്ടത്? അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ എനിക്ക് എത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര ഗ്രാം ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓരോ തരത്തിലുള്ള ഭക്ഷണത്തിലും പ്രോട്ടീൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചപ്പാത്തിയിലുള്ള പ്രോട്ടീൻ ആയിരിക്കില്ല പാലിലുള്ളത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ലഞ്ച് കഴിക്കുന്ന സമയത്ത് അതിലെത്ര പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക. വൈകുന്നേരം സ്നാക്സോ അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെത്ര പ്രോട്ടീൻ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ദിവസത്തെ എല്ലാ പ്രോട്ടീനും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി നിങ്ങൾ സാധാരണ രീതിയിൽ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അതിനുവേണ്ടി നിങ്ങൾക്ക് പലതരത്തിലുള്ള ആപ്സ് അവൈലബിൾ ആണ്, സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. അതും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ ഇപ്പോഴത്തെ ഡയറ്റ് നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവെന്ന് പറയുന്നത് 16 to 70 ഗ്രാംസിൻ്റെ ഇടയിലാണ്. അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അതായത് എൻ്റെ ഇപ്പോഴത്തെ ബോഡി വെയ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്ന പ്രോട്ടീൻ്റെ അളവെന്ന് പറഞ്ഞാൽ 1 gram per kilogram ബോഡി വെയ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്കിനി മസിൽ മാസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് 1 gram per kilogram ബോഡി വെയ്റ്റിൽ പ്രോട്ടീൻ കിട്ടിയാൽ പോരാ, എനിക്ക് കൂടുതൽ പ്രോട്ടീൻ വേണം. അത് ഒന്നിക്കൽ എനിക്ക് ഭക്ഷണത്തിലൂടെ കഴിക്കാൻ നോക്കാം. അത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും എളുപ്പം കൺവീനിയൻ്റ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ പോലത്തെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതാണ്. അപ്പോൾ 1.4 gram per kilogram ബോഡി വെയ്റ്റ് എനിക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കണമെങ്കിൽ എൻ്റെ വെയ്റ്റ് 66 into 1.4 കൂട്ടിക്കഴിഞ്ഞാൽ 92.4 അടുത്ത് വരും. അപ്പോൾ എനിക്ക് ഇപ്പം ഒരു ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ ആവറേജ് 65 gram ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ 28 gram പ്രോട്ടീനും കൂടി കിട്ടിയാലേ 92.4 ഒക്കെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ദിവസം 28 മുതൽ 30 gram വേ പ്രോട്ടീനാണ് കഴിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു മാസം കഴിക്കുകയാണെങ്കിൽ എൻ്റെ വെയ്റ്റ് 1 kilogram ഒരു മാസം കഴിയുമ്പോഴത്തേക്കും കൂടിയെന്ന് വിചാരിക്കാം. അപ്പോൾ 66 എന്നുള്ള 67 ആയിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ മാസം പിന്നീട് കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ 1.4 എന്നുള്ളത് 1.5 ആക്കി കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മാസം കൂട്ടേണ്ടത് 67 മൾട്ടിപ്ലൈഡ് ബൈ 1.5 gram per kilogram ആണ്. അതായത് 100 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ എനിക്ക് 67 kilogram ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എക്സ്ട്രാ കഴിക്കേണ്ടി വരുന്നത് 33 gram പ്രോട്ടീനാണ് ഒരു ദിവസം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ബോഡി വെയ്റ്റ് അങ്ങനെ തന്നെ നിലനിർത്തണം, മസിൽ മാസ് അതേപോലെ തന്നെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ് പ്രോട്ടീൻ ഒരു ദിവസം കിട്ടേണ്ടത് പറയുന്നത് 1 gram per kilogram ബോഡി വെയ്റ്റ് ആണ്. അതായത് നിങ്ങളുടെ ബ്ലഡിൽ എല്ലാ സമയവും അത്രയും പ്രോട്ടീൻ നിങ്ങൾ ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിലൂടെ എത്തിച്ചാൽ മാത്രമേ മസിൽ റിപ്പയർ നടക്കുകയുള്ളൂ, മസിൽ മെയിൻ്റനൻസ് നടക്കുകയുള്ളൂ. അത്രയും പ്രോട്ടീൻ പക്ഷേ അധികം ആൾക്കാരും കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് മസിൽ ലോസ് ഉണ്ടാകുന്നത്, ഉള്ള മസിലിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത്. ഇനി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾ പ്രോട്ടീൻ്റെ അളവൊക്കെ നോക്കിയിട്ട് 20-30 gram ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 1.5-1.6 gram per kilogram ബോഡി വെയ്റ്റിൽ അത്രയും കൂടുതൽ പ്രോട്ടീൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ഒരു ദിവസം 2 സ്പൂൺ അതായത് 50 gram വേ പ്രോട്ടീനൊക്കെ കഴിക്കേണ്ടി വരും. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാകും. മസിൽ മാസ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം 1.6 gram per kilogram ബോഡി വെയ്റ്റ് മുതൽ 1.8 gram per kilogram ബോഡി വെയ്റ്റ് വരെ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. അതിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് പ്രൊഫഷണൽ അത്ലറ്റ്സിനും പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിനും മാത്രമാണ്, സാധാരണക്കാർക്ക് ഉണ്ടാവില്ല. പോരാതെ തന്നെ എക്സ്ട്രാ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ അത് ലിവറിൽ മെറ്റബലൈസ് ചെയ്യണം, കിഡ്നി വഴി ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ കൂടുതൽ വർക്ക് നമ്മളുടെ ഓർഗൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കത് അവോയ്ഡ് ചെയ്യാം. നമുക്ക് കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരളവിൽ കഴിച്ചാൽ മതി. ഇതൊരു ഹാർഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളൊന്നുമല്ല. എന്നിരുന്നാലും അധികം ആൾക്കാർക്കും ഈ ഒരു റേഞ്ചിൽ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാലാണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ വേ പ്രോട്ടീൻ ഓരോ ദിവസം കഴിക്കുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മസിൽ മെയിൻ്റനൻസിന് മാത്രമേ അത് നടക്കുകയുള്ളൂ, മസിൽ ഗ്രോത്ത് ഉണ്ടായി എന്ന് വരില്ല. നമ്മൾ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഓരോ മസിൽ ഫൈബേഴ്സും ഡാമേജ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ മസിൽ ഉണ്ടാവുന്ന ഡാമേജ് റിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ മസിൽ വലുതാവുകയുള്ളൂ, മസിൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ മസിലിലേക്ക് പ്രോട്ടീൻ എത്തണമെങ്കിൽ ബ്ലഡിൽ എല്ലാ സമയവും പ്രോട്ടീൻ്റെ അളവ് കൃത്യമായിട്ട് ഉണ്ടാവണം. അങ്ങനെ നമ്മളുടെ ബ്ലഡിൽ പ്രോട്ടീൻ്റെ കൃത്യമായിട്ടുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമുക്ക് ആ പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ കിട്ടുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വേ പ്രോട്ടീനും കൂടി കൂട്ടാം. അതുകൊണ്ടാണ് ഈ പ്രോട്ടീനിൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 66 മൾട്ടിപ്ലൈഡ് ബൈ 1.6 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 106 ഗ്രാം പെർ ഡേ. അതിലും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടായെന്ന് വരില്ല. കാരണം പല സ്റ്റഡീസിലും പറയുന്നത് മാക്സിമം അളവിനേക്കാളും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്യൂലേക്ക് പോകും, അതായത് ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നമ്മൾ കൂടുതൽ കഴിക്കുന്ന പ്രോട്ടീൻ രക്തത്തിലെത്തിക്കഴിഞ്ഞാൽ ആ പ്രോട്ടീൻ മസിലിലേക്ക് എടുക്കാനുള്ളത് എടുക്കും. ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള പ്രോട്ടീനിനെ നമ്മളുടെ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും, ഒന്നിക്കൽ ഫാറ്റായിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട്. പോരാത്തതിന് നിങ്ങൾ ആവശ്യത്തിലും കൂടുതൽ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡസ്ട്രീന് കൂടുതൽ വർക്കാണ്. ഈ പ്രോട്ടീനൊക്കെ മെറ്റബലൈസ് ചെയ്യാൻ ലിവറിന് കൂടുതൽ വർക്ക് വരും. ഇത്രയും കൂടുതൽ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജനസ് വേസ്റ്റ് കളയാൻ കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അതേസമയം നിങ്ങൾ വെള്ളം കുടിക്കുന്നതും കൂടി കുറവാണെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് കുറച്ചും കൂടി ലോഡ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫ്ലി ഒരു ദിവസം 25 ഗ്രാം പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. അതും പക്ഷേ റെസിസ്റ്റൻസ് ട്രെയിനിങ്, അതായത് വെയിറ്റ് എടുക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് ചെയ്തതിന് ശേഷം കഴിച്ചാലാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ബെനിഫിറ്റ് ഉണ്ടാവും തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇത് എത്ര കാലത്തേക്ക് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ പ്രകാരം 3 മാസത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആദ്യത്തെ മാസം കഴിഞ്ഞിട്ട് എനിക്ക് എത്ര വെയിറ്റ് കൂടി എന്നുള്ളത് നോക്കണം. അതിന് കുറച്ച് ബോഡി മെഷർമെൻറ്റ്സ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എനിക്ക് ഈ 3 മാസം കൊണ്ട് 3 കിലോ കൂട്ടിയാൽ മതി. ആദ്യത്തെ 1 മാസം കൊണ്ട് തന്നെ 3 kg കൂടണമെന്നില്ല. ഫസ്റ്റ് മന്തിൽ അധികം ആൾക്കാർക്കും 1 kg ഒക്കെ കൂടാറുള്ളൂ. ഞാനീ പറയുന്ന 1 kg എന്ന് പറയുന്നത് മസിൽ മാസാണ്. നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് ഫാറ്റ് അല്ല വേണ്ടത്. അതിനർത്ഥം ഞാൻ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കേണ്ടതെന്നല്ല, എനിക്ക് കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സും വേണ്ടി വരും, പ്രോട്ടീൻസും എക്സ്ട്രാ എത്ര വേണ്ടി വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷേ ഇതിനേക്കാളൊക്കെ പ്രധാനം ഞാനിനി എക്സ്ട്രാ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന എക്സസൈസ് ചെയ്താൽ മാത്രമേ മസിൽ കൂടുതൽ ഡാമേജ്ഡ് ആവുള്ളൂ. അങ്ങനെ ഡാമേജ്ഡ് ആവുന്ന മസിൽ മാത്രമേ റിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ റിപ്പയർ നടക്കുന്ന സമയത്ത് മാത്രമേ മസിലിൻ്റെ സൈസ് വലുതാവുള്ളൂ, മസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യാൻ പ്ലാൻ ഇല്ലാത്തവർ, വെയിറ്റ്സ് എടുക്കാൻ താല്പര്യമില്ലാത്തവർ വേ പ്രോട്ടീൻ കഴിച്ചാൽ അത് നേരെ കഴിക്കുന്ന വേ പ്രോട്ടീൻ മസിലിലേക്ക് പോയി ബൈസെപ്സിലും ചെസ്റ്റിലും ഒക്കെ എത്തുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും നടക്കില്ല. ഇനി ഞാൻ എന്തൊക്കെ തരത്തിലുള്ള എക്സസൈസസ് ആണ് എക്സ്ട്രാ ചെയ്തത്, 1 മാസം കഴിയുമ്പോൾ എൻ്റെ മസിൽ മാസ് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എനിക്ക് അറിയേണ്ടത്, നിങ്ങൾ വേ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര ഗ്രാമാണ് കഴിക്കുന്നത്? ആ കാര്യം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. വേ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ ശരിക്കും മസിൽ കൂടുകയോ ഇല്ലേ? വേ പ്രോട്ടീനെ കൊണ്ട് കിഡ്നി ഡാമേജ് ഉണ്ടാവുമോ, മുടി കൊഴിച്ചിലുണ്ടാവുമോ? ഇങ്ങനത്തെ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിനുള്ള ഉത്തരം ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. വൈറ്റമിൻസും പ്രോട്ടീൻസും പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഈ പ്ലേലിസ്റ്റിലുണ്ട്. സമയം കിട്ടുമ്പോൾ കാണുക. ഇനി ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.